നിശ്ചലമാകാൻ പോകുന്നു. 2026 ഓഗസ്റ്റ് 12 കൃത്യം 7 സെക്കൻഡ് നേരത്തേക്ക് ഭൂമിയുടെ മാന്ത്രിക ശക്തിയായ ഗുരുത്വാകർഷണം സ്വിച്ചിട്ടതുപോലെ ഇല്ലാതാകുമെന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയുടെ ഇരുണ്ട കോണുകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രൊജക്ട് ആങ്കർ എന്ന ഈ നിഗൂഢമായ മുന്നറിയിപ്പ് ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഗ്ലാസ്സിലെ വെള്ളം വായുവിൽ മുത്തുകൾ പോലെ ചിതറുന്നു. നിങ്ങളുടെ കാലുകൾ തറയിൽ നിന്ന് വേർപെട്ട് മേൽക്കൂരയിലേക്ക് ഉയരുന്നു. റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കളിപ്പാട്ടങ്ങൾ പോലെ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്നു. വെറും 7 സെക്കൻഡ്. പക്ഷെ ലോകം അവസാനിക്കാൻ ആ സമയം ധാരാളമാണ്. ഇതാണോ 2026 ഓഗസ്റ്റ് 12 നമ്മെ കാത്തിരിക്കുന്നത്? എന്താണ് ഈ പ്രൊജക്ട് ആങ്കർ? എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? സത്യത്തിൽ ഇതൊരു സയന്റിഫിക് ഹോക്സ് അഥവാ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ പ്രചരിക്കപ്പെട്ട നുണയാണ്. ജനങ്ങളെ ഭയപ്പെടുത്തി ക്ലിക്കുകൾ നേടാൻ ആരോ പടച്ചുവിട്ട ഒരു കെട്ടുകഥ. ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും പ്രത്യക്ഷപ്പെട്ട ചില അജ്ഞാത അക്കൗണ്ടുകൾ AI ഉപയോഗിച്ച് നിർമ്മിച്ച ചില ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. പ്രൊജക്ട് ആങ്കർ 2026 എന്ന ഹാഷ്ടാഗ് നിമിഷങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് ആളുകളിലേക്കാണ് എത്തിയത്. വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ നാസ നേരിട്ട് വിശദീകരണവുമായി രംഗത്തെത്തി. ഭൂമിക്ക് അതിന്റെ പിണ്ഡം അഥവാ മാസ് ഉള്ളിടത്തോളം കാലം ഗുരുത്വാകർഷണം അപ്രത്യക്ഷമാകില്ല എന്നവർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഐസക് ന്യൂട്ടന്റെ നിയമങ്ങൾ അനുസരിച്ച് ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം ഗ്രാവിറ്റി ഒരു സ്വിച്ച് പോലെ ഓഫാക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഈ ഗൂഢാലോചന സിദ്ധാന്തം ഇത്രയധികം വിശ്വസിക്കപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്രാവിറ്റിയെ ബാധിക്കില്ലെങ്കിലും റേഡിയോ തരംഗങ്ങളെയും പക്ഷികളുടെ ദേശാടനത്തെയും ബാധിക്കാം. ഈ ശാസ്ത്ര സത്യത്തെയാണ് ഗ്രാവിറ്റി പോകും എന്ന നുണയാക്കി ആരോ മാറ്റിയത്. ഇനി യഥാർത്ഥത്തിൽ ഭൂമിക്ക് ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ടാൽ 7 സെക്കൻഡ് പോലും വേണ്ട ഭൂമി തകരാൻ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അന്തരീക്ഷം സെക്കൻഡുകൾക്കുള്ളിൽ ബഹിരാകാശത്തേക്ക് ചോർന്നു പോകും. സമുദ്രങ്ങൾ വായുവിൽ വിസ്ഫോടനം നടത്തും. മാത്രമല്ല, ബഹിരാകാശ സഞ്ചാരികൾ അനുഭവിക്കുന്ന സീറോ ഗ്രാവിറ്റി അവസ്ഥ ഭൂമിയിൽ സംഭവിക്കണമെങ്കിൽ ഭൂമിയുടെ ഭ്രമണ വേഗത സെക്കൻഡിൽ 11 കിലോമീറ്ററിലധികമാകണം. ഇത് അസാധ്യമായ കാര്യമാണ്. അങ്ങനെ ശാസ്ത്രം ഇതെല്ലാം തള്ളിക്കളയുമ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. എന്തിനാണ് പ്രൊജക്ട് ആങ്കർ എന്ന പേരിൽ ഇത്രയും വലിയൊരു നുണ ലോകമെമ്പാടും പ്രചരിക്കപ്പെട്ടത്? ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെ യഥാർത്ഥ ലക്ഷ്യം വെറും വ്യൂസ് മാത്രമാണോ? അതോ ജനങ്ങളുടെ ചിന്താഗതിയെ പരീക്ഷിക്കാനുള്ള വല്ല സൈക്കോളജിക്കൽ പരീക്ഷണവുമാണോ നടന്നത്?